നോക്കട്ടെ. ഇതിങ്ങട് ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഇതൊരു ഫാമിലി വ്ളോഗാണ്, അതുപോലെ തന്നെ ഒരു പാലുകാച്ചൽ വ്ളോഗും കൂടിയാണ് കേട്ടോ. അപ്പോൾ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ മാമൻ്റെ മോളാണ് കേട്ടോ. എൻ്റെ രണ്ടാമത്തെ മാമന് 2 പെൺമക്കളാണ്. അതിൽ മൂത്ത ചേച്ചിയാണ് ഇത്. ചേച്ചിയുടെ പേര് ചിന്നു എന്നാണ്. അപ്പോൾ ചേച്ചിയൊക്കെ താമസിക്കുന്ന കരുനാഗപ്പള്ളിയാണ് കേട്ടോ. അപ്പോൾ ചേച്ചി ഇപ്പോൾ പുതിയതായിട്ട് ഒരു വീട് വെച്ചിട്ടുണ്ട്. അപ്പോൾ വീടിൻ്റെ പാലുകാച്ച് വരുന്നത് വെള്ളിയാഴ്ചയായിരുന്നു കേട്ടോ. വെള്ളിയാഴ്ച 21-ാം തീയതിയായിരുന്നു ചേച്ചിയുടെ വീടിൻ്റെ പാലുകാച്ച്. അപ്പോൾ ഇത് ചേട്ടനാണ് കേട്ടോ, ചേച്ചിയുടെ ഹസ്ബൻഡാണ്. ചേട്ടൻ്റെ പേര് ശ്യാം എന്നാണ്. അപ്പം നമുക്ക് അന്ന് പാലുകാച്ചിൻ്റെ അന്ന് വെള്ളിയാഴ്ച നമുക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഒരുപാട് കല്യാണങ്ങളും ഒരുപാട് പാലുകാച്ചുകളും ഒത്തിരി ഉണ്ടല്ലോ. ഇപ്പോൾ ചിങ്ങമാസം ആയതുകൊണ്ട് തന്നെ ഒത്തിരി ഉണ്ട്. അപ്പം നമുക്ക് അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് പോകാൻ പറ്റിയിരുന്നില്ല. അപ്പം ഇളയ അനിയത്തിയാണ് എനിക്ക് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്ത് അയച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ ഈ കുടവും കൊണ്ട് കയറി വരുന്നതാണ് മാമി കേട്ടോ, അതായത് ചേച്ചിയുടെ അമ്മ. അപ്പോൾ ഇതെൻ്റെ രണ്ടാമത്തെ മാമിയാണ്. മാമിയുടെ പേര് ഷീല എന്നാണ്. അപ്പം മുറത്തിൽ സാധനങ്ങളൊക്കെ ആയിട്ട് വരുന്നത് ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ പെങ്ങളാണ് കേട്ടോ. ബാക്കി വരുന്ന അമ്മായിയമ്മയൊക്കെയാണ്. അപ്പോഴത്തേക്ക് പാല് കാച്ചുന്ന ഇതാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. കുറച്ച് ഷോർട്സ് മാത്രമേ ഉള്ളൂ പാല് കാച്ചുന്നതിൻ്റെത്. അപ്പം രാവിലെ എനിക്ക് തോന്നുന്നു ഒരു 7:30-8 മണിക്കകത്തായിരുന്നു പാല് കാച്ചുന്നതിൻ്റെ സമയമൊക്കെ കേട്ടോ. അങ്ങനെ പാലൊക്കെ നല്ല ഐശ്വര്യമായിട്ട് തന്നെ പൊങ്ങി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചേച്ചിയുടെ വീട്ടിലെ കാഴ്ചകളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഫംഗ്ഷൻ വരുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഞായറാഴ്ചയാണ് ഫംഗ്ഷൻ വെച്ചേക്കുന്നത് കേട്ടോ. അപ്പം ഇന്ന് ഞാൻ ഈ വീഡിയോ അങ്ങ് എഡിറ്റ് ചെയ്ത് ഇന്ന് തന്നെ അങ്ങ് അപ്ലോഡ് ചെയ്യുകയാണ് കേട്ടോ. നിങ്ങളിത് കാണുമ്പോൾ രാത്രിയൊക്കെ ആയിരിക്കാം. അപ്പോഴത്തേക്ക് ഞായറാഴ്ച ആയിട്ടുണ്ട്. ഞായറാഴ്ച ഇന്ന് അച്ചായിക്കാണെങ്കിൽ പുറത്തൊരു കല്യാണ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ 12 മണിയായിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഞാനും അമ്മയൊക്കെ ഒരുങ്ങി തയ്യാറായി നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് ഞങ്ങൾ ഈ നേരെ കരുനാഗപ്പള്ളിയിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പുളിയത്തുമുക്ക് ജംഗ്ഷൻ എന്ന് പറയുന്നത്. നമ്മുടെ കൊല്ലം ഐത്തിൽ പുളിയത്തുമുക്ക് ജംഗ്ഷനാണിത് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്കിപ്പം ഈ ഒരു റൂട്ട് പോകാൻ കാര്യം എന്ന് ചോദിച്ചാൽ നമ്മുടെ കൊല്ലത്ത് ബൈപ്പാസ്, അതായത് കല്ലുംതാഴം എന്ന് പറഞ്ഞ സ്ഥലത്ത് ബൈപ്പാസ് എല്ലാം ക്ലോസ് ചെയ്ത് കുറേ നാൾ കൊണ്ട് ഇട്ടിരിക്കുമായിരുന്നു. ഇപ്പോൾ എന്തായാലും ഇന്നലെ അങ്ങോട്ട് കല്ലുംതാഴത്ത് ബൈപ്പാസ് തുറന്ന് കിട്ടിയോണ്ട് വലിയൊരു ഉപകാരം കേട്ടോ. അല്ലേന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നു കൂട്ടുകാരെ, നമ്മൾ രാമംകുളങ്ങര ആ റൂട്ട് വേണം കരുനാഗപ്പള്ളി പോകേണ്ടത്. അതോ മുടിഞ്ഞ ബ്ലോക്ക്, ഓണത്തിൻ്റെ തിരക്കും കൂടെ ആണെങ്കിൽ പറയണ്ടല്ലോ. അപ്പോൾ എന്തായാലും വലിയൊരു ആശ്വാസമായിരുന്നു കല്ലുംതാഴത്ത് തുറന്ന് കിട്ടിയോണ്ട് ബൈപ്പാസ് കേട്ടോ. അങ്ങനെ വേണ്ടേ അച്ചായി ഇങ്ങനെ വളരെ ഗൗരവകരമായിട്ട് ഡ്രൈവിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വെച്ചാൽ ബ്ലോക്കും ഉണ്ട് അതുപോലെ കേട്ടോ. അപ്പോൾ അമ്മയാണെങ്കിൽ ബാക്കി ഇരിക്കുന്നുണ്ട്. അമ്മയാണെങ്കിൽ ഞാൻ പറഞ്ഞ അമ്മ ക്യാമറയിലോട്ട് നോക്ക് എന്ന് പറഞ്ഞാൽ അമ്മ നോക്കത്തില്ല കേട്ടോ. അമ്മ ഇങ്ങനെ ഒരു സൈഡിൽ ഒതുക്കിയിരിക്കും. വീട്ടിൽ നിൽക്കുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് വീഡിയോയുടെ മുമ്പിലൊക്കെ വരാനായിട്ട്. അപ്പം അങ്ങനെ പാലം പണിയായാലും ഇപ്പം റോഡിലോട്ട് നോക്കിയ പണികളുടെ പരിപാടികൾ മാത്രമല്ലേ ഉള്ളൂ അല്ലേ. നമ്മളിങ്ങനെ വളരെ സന്തോഷകരമായിട്ട് വ്ളോഗൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ആര് ഞാൻ പറഞ്ഞ കണക്ക് എൻ്റെ എൻ്റെ പൊന്നെ ഞാൻ പേടിച്ചു പോയി കേട്ടോ. എനിക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളെ കാണുന്നത് എന്തോ ഒരുമാതിരി ദേഹത്ത് ഇങ്ങനെ ഒരു ഇതാണ് കേട്ടോ, പറയാൻ പറ്റത്തില്ലത്. അപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു അച്ചായി ആണെങ്കിൽ ഇന്നൊരു കല്യാണ പൂജയ്ക്ക് പോയിട്ടുണ്ടെന്ന് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ അവിടെ പോയപ്പോൾ ഗ്ലാസ് ഒക്കെ തുറന്നിട്ട് കേട്ടോ. അപ്പോൾ മരത്തിൻ്റെ മുട്ടിലെങ്ങാണ്ട് വണ്ടി പാർക്ക് ചെയ്ത് അങ്ങനെ കണ്ട് കയറിയത്. അപ്പോൾ അതിനെയൊക്കെ എടുത്ത് കളഞ്ഞതേ. അപ്പോഴത്തേക്ക് നമ്മൾ ചേച്ചിയുടെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. കരുനാഗപ്പള്ളിയിൽ തുറയിൽ കടവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ചേച്ചി വീട് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ വന്നപ്പോൾ തന്നെ 1 മണി 1:30 ആയിട്ടുണ്ടായിരുന്നു. നല്ല വിശപ്പായിരുന്നു കേട്ടോ. ഇതെൻ്റെ മാമിയാണ്. അപ്പം അപ്പോഴേ കഴിക്കാനൊക്കെ വിളമ്പി തന്നിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ബിരിയാണി ആയിരുന്നു കേട്ടോ. അപ്പോൾ ബിരിയാണി എല്ലാം കഴിച്ചിട്ട് നമ്മൾ കൈ കഴുകാൻ പോയി നിന്നപ്പോഴത്തേക്ക് ചേച്ചിയുടെ വീടിൻ്റെ ബാക്ക് സൈഡിൻ്റെ ഒരു വ്യൂ ആണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ ഞാനാണെങ്കിൽ കൈയെല്ലാം കഴുകി ഇങ്ങോട്ട് മാറി നിന്നപ്പോഴത്തേക്ക് ഓരോരുത്തർ ഉച്ച സമയമാണ് കേട്ടോ. ഇവിടെ എല്ലാം നമ്മുടെ കരുനാഗപ്പള്ളി ഈ സൈഡിലെല്ലാം വൈകുന്നേരം മുതലാണ് ആൾ വരുന്നത്. പക്ഷേ ഇവിടെ എന്നാലും ചേച്ചിയുടെയൊക്കെ വീട്ടിൽ രാവിലെ മുതലേ ആളാണ് കേട്ടോ. ഉച്ചയ്ക്ക് ബിരിയാണി ഉണ്ടായിരുന്നു, സദ്യ ഉണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ അവിടെ നിന്നെല്ലാം കഴിഞ്ഞ് നേരെ അകത്തേക്ക് കയറിയിട്ടുണ്ട്. ഇത് വർക്ക് ഏരിയയാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് കേട്ടോ. ഇത് വർക്ക് ഏരിയയാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി കായൽ സൈഡാണ്. നല്ല രസമാണ് കാണാനായിട്ട്. അപ്പോൾ ഇത് ഈ ചുരിദാറിട്ട് നിൽക്കുന്ന നീല ചുരിദാർ എന്ന് പറഞ്ഞാൽ ചേച്ചിയുടെ കുഞ്ഞമ്മയാണ് കേട്ടോ, മാമിയുടെ അനിയത്തിയാണ്. അപ്പോൾ നമ്മുടെ വാഷ് ബേസിൻ ഏരിയ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ എല്ലാം കസിൻസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇത് അമ്മ എടുത്തിരിക്കുന്ന ആളാണ് ഇളയാൾ, മാമൻ്റെ രണ്ടാമത്തെ മോളാണത് കേട്ടോ. പേര് പൊന്നു എന്നാണ്. ഇത് പൊന്നുവിൻ്റെ അമ്മായിയമ്മയാണ് കേട്ടോ, പച്ച സാരിയൊക്കെ എടുത്തിരിക്കുന്നത്. ഇത് ചേച്ചിയുടെ മാമൻ്റെ മോളാണ്, കുഞ്ഞാറ്റ എന്നാണ് ആ മോളുടെ പേര് കേട്ടോ. അപ്പോൾ ഇത് പൊന്നുവാണ് മാമൻ്റെ രണ്ടാമത്തെ മോൾ, നമ്മുടെ പാലുകാച്ചി വീട്ടിലെ അനിയത്തിക്കുട്ടിയെ. അപ്പോഴത്തേക്കതേ അച്ചായി ആണെങ്കിൽ ഇവിടെ പാചകപ്പുരയിലൊക്കെ വലിയ കാർമാരെ കണക്ക് നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. എന്താണ് പരിപാടി എന്ന് വെച്ചാൽ വൈകിട്ടത്തേക്കുള്ള പൊറോട്ട അടിക്കുവാണ് ചേട്ടന്മാർ കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇവിടെ കാണാൻ നല്ല രസമാണ് കേട്ടോ. കായലോരം ആ ഒരു സൈഡാണ്. ബാക്കാണോ കാണണ്ട എല്ലാവരും നോക്കട്ടെ.
കിടന്ന് കറങ്ങും അതല്ല പിള്ളേരെന്തിയേ മനസ്സിലായി. ഇത് മാമിയുടെ അനിയത്തിയാണ് കേട്ടോ, തങ്കച്ചി എന്നാണ് പേര്. അപ്പോൾ ആൻറ്റി ഇങ്ങനെ വീഡിയോയുടെ മുമ്പിൽ വരാതൊക്കെ നിന്നെയാണ്. പക്ഷെ നമ്മുടെ വീഡിയോ ഒക്കെ യൂട്യൂബിൽ ഫേസ്ബുക്കിലൊക്കെ ഇട്ട് കാണാറുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ വീഡിയോയ്ക്ക് അത് കൊണ്ടുവന്ന് ഒപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മയാണ് ഇങ്ങനെ വീടൊക്കെ ചേച്ചിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടേ ഇരിക്കുക. അപ്പച്ചിയാണല്ലോ, അപ്പോൾ അപ്പച്ചിക്ക് അതിൻ്റെതായ സന്തോഷമുണ്ട് കേട്ടോ. അമ്മ എപ്പോഴും പറയും അമ്മയുടെ ആദ്യത്തെ മോള് ചേച്ചിയായിരുന്നു, എപ്പോഴും എൻ്റെ അടുത്ത് പറയാറുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ലൈറ്റും സെറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇത് 3 ബെഡ്റൂം അടങ്ങുന്ന ഒരു വീടാണ്. 3 ബെഡ്റൂം, ഒരു ഹാള്, അതുപോലെ തന്നെ കിച്ചൺ, വർക്ക് ഏരിയ, പിന്നെ 2 ടോയ്ലറ്റ്, അങ്ങനെ അടങ്ങുന്നൊരു വീട് കേട്ടോ. അപ്പോൾ ഉച്ച ഒരു ഏകദേശമൊക്കെ ഒന്ന് കഴിഞ്ഞൊരു 3 മണിയൊക്കെ ആവാറായപ്പോഴത്തേക്ക് എൻ്റെ പൊന്നേ ഭയങ്കര മഴ. നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ പാലുകാച്ചി വീട്ടിലായാലും കല്യാണ വീടുകളിലായാലും മഴയൊക്കെ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊരു ടെൻഷനാവും അല്ലേ. നമ്മൾ ഒരുപാട് പേരെ വിളിച്ചിട്ടൊക്കെ ഉള്ളതല്ലേ. പ്രത്യേകിച്ച് ഇത് കായലോരം സൈഡും കൂടെ ആയതുകൊണ്ട് തന്നെ അവിടെ നല്ല കാറ്റടിക്കുമ്പം എന്താ കാറ്റിന് വീശുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് ഇളയാൾ പൊന്നുവിൻ്റെ ഹസ്ബൻഡ് സുനുവണ്ണനാണ് കേട്ടോ. അപ്പോഴത്തേക്ക് ഞാൻ താഴത്തെ കാര്യങ്ങളെല്ലാം ഒന്ന് കണ്ടിട്ട് മുകളിലത്തെ കാഴ്ചകൾ കാണാനായിട്ട് മുകളിലോട്ട് കയറുവാണ് കേട്ടോ. ഞങ്ങൾ വീട് പണിയുന്ന സമയത്തൊന്ന് വന്നതാണ്, പിന്നെ ഇതാ ഇപ്പോഴാണ് വന്നത് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ വെള്ളിയാഴ്ചയായിരുന്നു പാല് കാഴ്ച, അന്ന് വരാൻ പറ്റിയില്ല, ഞായറാഴ്ച ഇന്ന് ഫംഗ്ഷനാണ്. അപ്പം ഞങ്ങൾ ഇന്ന് പോയിട്ട് നേരത്തെ ഇനി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വീട്ടിൽ വന്നിട്ടാണ് ഈ വീഡിയോ എല്ലാം ഇപ്പോൾ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് മുകളിലത്തെ ഒരു ബാത്റൂമേ. അപ്പോൾ നമുക്ക് ബാത്റൂം ഒന്ന് തുറന്ന് കണ്ടാലോ. ആദ്യം പോയി ഞാൻ വേറൊരു സ്വിച്ച് ആയിരുന്നു ഇട്ടത് കേട്ടോ. അപ്പോൾ അത് അവിടുത്തെ ലൈറ്റ്, ബാത്റൂമിലെ ലൈറ്റ് അല്ലായിരുന്നു തോന്നുന്നു. ഓക്കെ അല്ലായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ വേറൊരു സ്വിച്ചൊക്കെ ഇട്ടപ്പോഴത്തെ ബാത്റൂമിൽ ലൈറ്റ്. അപ്പോൾ തുറന്നപ്പോൾ എനിക്ക് കളറൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല അടിപൊളി ഒരു കളറൊക്കെ ആയിരുന്നു, കൊള്ളാം. ഒരു പിസ്ത ഗ്രീൻ അല്ലേ, നല്ല രസമുണ്ടായിരുന്നു. അപ്പം നല്ല അടിപൊളി ഒരു ബാത്റൂം ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ബാത്റൂമിൻ്റെ ഒരു ലുക്ക് എന്ന് പറഞ്ഞാൽ. ഇത് മേളിലത്തത് അടുത്ത ബെഡ്റൂമാണ് കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ പച്ചപ്പും ഹരിതാവും ഒക്കെ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ഈ എന്താ പറയണ്ടേ ഇളം കാറ്റും ആ കായലോരത്തെ കാഴ്ചകളും ഒക്കെ കാണാൻ എൻ്റെ മനസ്സിന് വല്ലാത്ത കൊതിയായി കേട്ടോ. അങ്ങനെ ഞാൻ ആ മഴയത്ത് പെട്ടെന്ന് തന്നെ മേളിൽ കയറി വന്ന് ജനലൊക്കെ മുകളിൽ തുറന്ന് നോക്കി. കാരണം തന്നെ നടക്കുക ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. പറഞ്ഞേ കുഞ്ഞേ, ഹായ് പറഞ്ഞേ. നിന്റെ വീടിന്റെ പാലിയാസിന്റെ വ്ളോഗാ, അവിടെ നോക്കടാ കൂട്ടുകാരെ. വീടിന്റെ ഓണറാണ് ഈ കമന്ന് കിടക്കുന്നത് കേട്ടോ. വീടിന്റെ ഓണറാണിത്. ഷോ എല്ലാം കണ്ടേ, അങ്ങനെ മണിക്കുട്ടിയെ കണ്ടോ. ഇവിടെ കള്ളന്മാരെ തുറ അവനോട് ഇരിക്കട്ടെ പോണേ. പിങ്കി ചേച്ചിയുടെ വ്ളോഗ്. അല്ല കൂട്ടുകാരെ പറഞ്ഞേ, ഇങ്ങോട്ട് നോക്കി പറ. ഹായോട് ഉറക്കെ പറ. എല്ലാവർക്കും സുഖാന്ന് ചോദിച്ചേ. വീഡിയോ ലൈക്ക് അടിക്കണമെന്ന് പറ. നോക്കി പറ. അപ്പോൾ കുറേ കുട്ടികളെ കണ്ടല്ലോ അല്ലേ. അതിനകത്ത് നമ്മൾ ലൈക്കൊക്കെ ചെയ്യാൻ പറഞ്ഞ മോളാണ് ഇളയാൾ പൊന്നൂൻ്റെ മോള്. ഭൂമിക എന്നാണ് പേര്. വീട്ടിൽ തനു എന്ന് വിളിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ചിന്നു ചേച്ചിയുടെ മാമി മിനി മാമിയൊക്കെ ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് അത് വരാനൊരു മടി കാണിച്ച ആൻറ്റി ഉണ്ടല്ലോ, നമ്മുടെ തങ്കച്ചി ആൻറ്റിയുടെ ഇളയ മോനാണിത് കേട്ടോ. അപ്പോൾ ഇത് കുഞ്ഞാറ്റ്, ഇത് മാമിയുടെ ആങ്ങളയുടെ മോളാണ് കേട്ടോ. കുഞ്ഞാറ്റ് എന്ന് പറഞ്ഞത് ഇതാണ് മാമിയുടെ ആങ്ങളയാണ് കേട്ടോ, മധുമാമനാണേ. അപ്പം മാമി ഇങ്ങനെ സംസാരിക്കും. മധുമാമൻ പറയാണ് ഞാൻ പിങ്കിയുടെ വീഡിയോ ഒക്കെ കാണാറുണ്ട്, അതിനെന്താ അവള് വീഡിയോ എടുക്കട്ടെ. അപ്പോൾ മാമിക്ക് വീഡിയോക്കകത്ത് വരാൻ വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അന്നേരം മധുമാമൻ പറഞ്ഞാൽ അതിനെന്താ വന്നിരി, അവളൊരു വീഡിയോ എടുത്തോട്ടെ. വീഡിയോയെ ഇടാന് അതല്ല. ഇതും മാമിയുടെ ആങ്ങളയാണ് കേട്ടോ. അതും മധുമാമൻ. അപ്പോൾ വെള്ള ഷർട്ട് ഇട്ടേക്കുന്ന കുഞ്ഞുമോ മാമനാണ്. അപ്പം മാമിക്ക് മൊത്തം 4 ആങ്ങളമാരാണ് കേട്ടോ. പിന്നെ 2 അനിയത്തിമാരും ഒക്കെയാണ് ഉള്ളത്. അപ്പോൾ ഓക്കെ അങ്ങനെ അതെ. അമ്മയാണെങ്കിൽ ഇവിടെ ഡൈനിങ് ടേബിളിൽ എടുത്ത് ഇരിപ്പുണ്ട് കേട്ടോ. അപ്പം ഞാൻ സഹോദരങ്ങളെല്ലാം നിർത്തി ഫോട്ടോസും കാര്യങ്ങളും എടുത്തിട്ടുണ്ട്. അപ്പോൾ അച്ചായി ഇങ്ങനെയൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കുട്ടി പൊട്ടാളൻസിനെ കണ്ടായിരുന്നല്ലോ. അപ്പം ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞ ആളതാ ഇതായി ഇരിക്കുന്ന. ഫുഡ് കഴിക്കാൻ വലിയ പാടാട്ടോ തനിക്കുട്ടിക്ക്. അപ്പോൾ തനിക്കുട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ പൊന്നൂൻ്റെ മോളാണേ. അപ്പോൾ ഇവിടെ മധുമാമനും അച്ചായും അമ്മയും കൂടെ ഒക്കെ ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഇതിനിടയിൽ കൂടെ ഞാൻ വീണ്ടും ഒന്ന് കാഴ്ചകൾ കാണാനായിട്ട് മുകളിൽ പോയി. വീണ്ടും ഒരു മഴ പെയ്തായിരുന്നു. അപ്പം മുകളിൽ നിന്ന് നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ പാചകപ്പുരയിൽ ഇങ്ങനെ തകർത്തായിട്ട് ബൊറോട്ട അടിച്ചുകൊണ്ടേ ഇരിക്കുക കേട്ടോ. കാരണം വൈകുന്നേരം
4 മണി മുതലൊക്കെ ആകുമ്പോഴത്തേക്ക് ഇഷ്ടംപോലെ ആൾ വന്ന് തുടങ്ങും കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ പാലുകാച്ചിലും കല്യാണത്തിനൊക്കെ പൊറോട്ട മസ്റ്റ് ആണല്ലോ അല്ലേ, പൊറോട്ട ഇല്ലാതെ എന്ത് ഫംഗ്ഷൻ, മലയാളികൾക്ക് പൊറോട്ട അത്രയ്ക്കും പ്രധാനമാണല്ലോ. അങ്ങനെ ഞാനും അച്ചായിയൊക്കെ കുറച്ച് നേരം താഴത്തെ പരിപാടികൾ എല്ലാവരോടും സംസാരവും കാര്യവും എല്ലാം കഴിഞ്ഞിട്ട് മുകളിലോട്ട് വന്ന് ഇത്തിരി ഫോട്ടോഷൂട്ടിന് വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് മുകളിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. ചേച്ചിയുടെ വീട് ഇവിടെ റോഡ് സൈഡ് തന്നെയാണ്, എങ്കിലും നല്ല മനോഹരമാണ് കാണാൻ കാഴ്ചകളൊക്കെ കേട്ടോ. അപ്പോൾ ഇനി ലൈറ്റും കാര്യങ്ങളൊക്കെ വൈകുന്നേരം എടുത്തോളം നമുക്ക് അത് വരുന്നും നിൽക്കാൻ പറ്റത്തില്ല, അതിന് മുമ്പ് പോകണം. അപ്പോൾ അച്ചായി ഇപ്പോഴാണ് മുകളിലോട്ട് വന്നിട്ട് അച്ചായി ഇങ്ങനെ ഓരോ കാഴ്ചകളും കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ താഴേന്ന് പറഞ്ഞു കൊണ്ടുവന്ന് എന്തെന്ന് വെച്ചാൽ ബാ കയറി വാ, നമുക്ക് മുകളിലോട്ട് പോകുമ്പോൾ നല്ല അടിപൊളി കാഴ്ചകളൊക്കെ കാണാനാണ്. അപ്പോൾ അച്ചായിയും പറയാ, ആഹാ എന്ത് കുളിർമയാന്ന കാഴ്ച, രാവിലെ മനോഹരമായിട്ട് നമുക്ക് ഉറക്കത്തിൽ എഴുന്നേറ്റ് കണി കാണാൻ പറ്റിയൊരു കാഴ്ച അല്ലേ. അങ്ങനെ ഞങ്ങൾ കാഴ്ചകളും കാര്യങ്ങളും എല്ലാം കണ്ടതേ താഴേക്ക് പോവാണ് കേട്ടോ. അപ്പം നമ്മുടെ എന്താ പറയുക, വീടിൻ്റെ ഓണറായിട്ടുള്ള നമ്മുടെ ചിന്നു ചേച്ചിക്കും ശ്യാം ചേട്ടനും 2 മക്കളാണ് കേട്ടോ. മൂത്ത ആൾ സിദ്ധാർത്ഥ്, ഇളയാൾ സർവേഷ് കേട്ടോ. അപ്പോൾ 2 ആൺകുട്ടികളാണ്. അതിനകത്ത് മൂത്ത മോനെയാണ് ഞാൻ വീടിൻ്റെ ഓണറെന്ന് പറഞ്ഞ് കാണിച്ചത്, ഇളയാളെ ഇപ്പോൾ കാണിക്കട്ടോ. അപ്പോൾ നമ്മളെ മധുമാമൻ എന്ന് പറഞ്ഞില്ല, മധുമാമൻ്റെ മോനാണ് ഈ ഇരിക്കുന്നത്. പിന്നെ ഇത് മോളാണ് അമ്മുക്കുട്ടി, ഇത് മിനി മാമി കേട്ടോ, മാമൻ്റെ വൈഫാണ്. പിന്നെ എൻ്റെ മാമിയുടെ അനിയത്തി തങ്കച്ചി ആൻറ്റിയുടെ മോനാണ് അവിടെ ഇരിക്കുന്ന ഇളയാൾ കേട്ടോ. അപ്പോൾ ഇത്രയും പേരെയൊക്കെ നിങ്ങൾ പരിചയപ്പെട്ടില്ല. അപ്പോഴത്തേക്ക് ഒരു 4 മണി 4:30 ആയിട്ടുണ്ടായിരുന്നു. എല്ലാവരും ചായ എല്ലാം കുടിച്ചു, അതൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോഴത്തേക്ക് എന്താ പറയണ്ടേ, അപ്പോഴത്തേക്ക് ഇങ്ങനെ ആൾക്കാരെല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ, കുറേ പേര്. ഇപ്പം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ ചടങ്ങാണല്ലോ, വരുന്ന എല്ലാവരും നമ്മൾ അതുപോലെ സ്വീകരിക്കണമല്ലോ. അപ്പോൾ ഇതാണ് ഇളയാൾ പൊന്നുവിൻ്റെ ഹസ്ബൻഡ്, നമ്മുടെ സുനു അണ്ണൻ. ഭയങ്കര കമ്പനിയാണ് സുനു അണ്ണൻ എല്ലാവരും കേട്ടോ. ഇത് മണിക്കുട്ടി, ഇത് മാമിയുടെ ആങ്ങള, അതായത് നമ്മൾ കാണിച്ചില്ല കുഞ്ഞുമോ മാമൻ്റെ മോളാണ്. അവർ മാമൻ 2 പെൺകുട്ടികളാണ്, കുഞ്ഞാറ്റയും മണിക്കുട്ടിയും കേട്ടോ. അവരെയാണ് നമ്മൾ കണ്ടത്. ഈ സാരി ഉടുത്തിരിക്കുന്നത് മാമിയുടെ ചേച്ചിയാണ് കേട്ടോ, ലീല ആൻറ്റി. അപ്പം ഇതെല്ലാം സഹോദരങ്ങളെ മനസ്സിലായല്ലോ. അപ്പോൾ ഇങ്ങനെ സഹോദരങ്ങളും നാത്തൂനും എല്ലാവരും കൂടി ഇങ്ങനെ സംസാരിക്കുക. ഇതപ്പോൾ കുഞ്ചുകുട്ടൻ, നമ്മുടെ വീടിൻ്റെ ഓണറാണ്, വീടിൻ്റെ ഇളയ ഓണറാണ് കുഞ്ചുകുട്ടൻ. കുഞ്ചുകുട്ടൻ ഇങ്ങനെ ഫോണിലൊക്കെ നോക്കിയിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇറങ്ങാൻ സമയം ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ട്. അച്ചായിക്കാണെങ്കിൽ വന്നിട്ട് വേറൊരു സ്ഥലത്ത് അത്യാവശ്യമായിട്ടൊരു പൂജയ്ക്ക് പോകേണ്ട കാര്യമുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇറങ്ങിയേ പറ്റത്തുള്ളൂ. ബാക്കിയുള്ള ആൾ വരുന്നതോ കാര്യങ്ങളോ ഒന്നും കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റത്തില്ല. നമ്മുടെ ജോലിയും കാര്യങ്ങളും അങ്ങനെ ആയിപ്പോയി, നമ്മൾ എന്ത് ചെയ്യാനാണ്. അപ്പോൾ അമ്മയാണെങ്കിൽ ചിന്നു ചേച്ചിയുടെ അമ്മായിയമ്മയൊക്കെ ആയിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കട്ടോ, നമ്മുടെ ശ്യാമണൻ്റെ അമ്മ. അപ്പം നമ്മൾ അവിടുത്തെ കാര്യങ്ങളും കാഴ്ചകളും ഒക്കെ കുറച്ച് കണ്ടിട്ട് അപ്പോഴേ ഞങ്ങൾ തിരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, നമ്മുടെ കൊല്ലത്തിന് നമ്മൾ തിരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ഞാനിങ്ങനെ പറയുമായിരുന്നു, ഓണത്തിൻ്റെയൊക്കെ എന്താ ഒരു തിരക്കല്ലേ. ഇന്നിപ്പോൾ ഞായറാഴ്ച ചേച്ചിയുടെ വീടിൻ്റെ പാലുകാച്ചിൻ്റെ ദിവസം തന്നെ എന്തോരം കല്യാണങ്ങളും എന്തോരം പാലുകാച്ചുകളും വരുന്നത് ഈ ഒരു ദിവസം തന്നെ. അപ്പോഴത്തേക്ക് എൻ്റെ പൊന്നു, കരുനാഗപ്പള്ളിലാണെങ്കിൽ അങ്ങ് ഫുൾ ബ്ലോക്കാണ്. ഇപ്പം എന്ന് വെച്ചാൽ കരുനാഗപ്പള്ളി നല്ല, നമ്മുടെ കൊല്ലത്ത് ചിന്നക്കടയിലായാലും എല്ലായിടവും നല്ല ബ്ലോക്കാണ്. എല്ലാവരും ഞായറാഴ്ചയും കൂടെ അല്ലേ ഡ്രസ്സ് എടുക്കാനും അതിനൊക്കെ ഇറങ്ങും കേട്ടോ. ഇവിടെ കരുനാഗപ്പള്ളി എസ് ഭാരതിലാണെങ്കിൽ വണ്ടി പാർക്ക് ചെയ്യാൻ കൂടി സ്ഥലമില്ല കേട്ടോ, അത്രയ്ക്ക് ആളായിരുന്നു എസ് ഭാരതി. നമ്മുടെ ഈ കാണുന്ന നമ്മുടെ കരുനാഗപ്പള്ളി KSRTC സ്റ്റാൻഡാണ് കേട്ടോ. ഒരു ഇടയ്ക്കൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു, മഴയിലൊക്കെ കുളിച്ചിങ്ങനെ നമ്മുടെ സ്റ്റാൻഡ് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോഴത്തേക്ക് നമ്മൾ നമ്മുടെ വീട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ദേണ്ടേ അച്ചായി വണ്ടിയൊക്കെ നമ്മുടെ കാർ ഷെഡിലോട്ട് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ അമ്മക്കുട്ടിയാണെങ്കിൽ കുഴഞ്ഞ് നേരെ ഇനി വീട്ടിലോട്ട് കയറാൻ പോട്ടോ. ഇന്നത്തെ നിങ്ങളുടെ കുടുംബ വിശേഷങ്ങളും പാലുകാച്ച് വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായി രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ. വേറൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ.